ഒടുവിലത് സംഭവിക്കുന്നു. പാകിസ്ഥാൻ 12ആയി വിഭജിക്കപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത്ഭുതം തോന്നാം, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഇത് പാക് സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ വിഭജിക്കുന്നത്. പക്ഷേ ഈ വിഭജനം കൊണ്ട് പാകിസ്ഥാൻ രക്ഷപ്പെടാൻ പോവുകയല്ല, പകരം തകരാൻ എന്നാണ് എല്ലാ വിദഗ്ധരും പാകിസ്ഥാനിൽ തന്നെയുള്ള പലരും പറയുന്നത്. അതായത് പാകിസ്ഥാനിൽ ഭരണപരമായി കൂടുതൽ വികസനങ്ങൾ എത്തിക്കുന്നതിനും ഭരണം എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ട് പാകിസ്ഥാനുള്ള 4 വലിയ പ്രവിശ്യകളെ വിഭജിച്ച് 12 കഷ്ണങ്ങളാക്കുകയാണ് എന്നാണ് മന്ത്രി അബ്ദുൽ അലി ഖാൻ പറയുന്നത്. ഏതായാലും ഇനി എങ്ങനെയാണ് ഇവയെ വിഭജിക്കുന്നത് നോക്കിയാൽ, പഞ്ചാബ് പ്രവിശ്യയെ വടക്കൻ പഞ്ചാബ് എന്നും മധ്യ പഞ്ചാബ് എന്നും ദക്ഷിണ പഞ്ചാബ് എന്നും 3ആയി വിഭജിക്കും. സിന്ധ് പ്രവിശ്യയെ കറാച്ചി സിന്ധ് എന്ന്, മധ്യ സിന്ധ്, അപ്പർ സിന്ധ്, അങ്ങനെ 3 വിഭാഗങ്ങൾ. ഖൈബർ പക്തൂൺ മേഖലയെ വടക്കൻ പക്തൂൺ, തെക്കൻ പക്തൂൺ, 3ാമത്തെ മേഖലയെ ഗോത്ര ഖൈബർ പക്തൂൺ മേഖല എന്നും 3ആയി തിരിക്കും. ബലൂചിസ്ഥാനെ കിഴക്കൻ ബലൂചിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ എന്നും തെക്കൻ ബലൂചിസ്ഥാൻ എന്നും തിരിക്കും. ഇങ്ങനെ തരം തിരിക്കുന്നത് സൈനികർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ ശക്തമായി നിൽക്കുന്ന പ്രക്ഷോഭങ്ങളെ പല കഷ്ണങ്ങളായി മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരം പ്രവിശ്യകളുടെ പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ ഈ പ്രവിശ്യ പ്രഖ്യാപനം കൂണിന്മേൽ കുരുവായി മാറും എന്നുള്ളതാണ്. കാരണം കൂടുതൽ ആഭ്യന്തര കലാപത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, ഒപ്പം തന്നെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ അതൊരു ഭാഗത്താണ്. അപ്പോൾ പാകിസ്ഥാനെ പോലെ കുത്തൊഴിഞ്ഞു കിടക്കുന്ന രാജ്യത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.